അവസാനം ഇവിടുത്തെ മറ്റു പാർട്ടിക്കാരും ഇവിടുത്തെ പൊതുജനം വിഷയം ശ്രദ്ധിക്കാൻ തുടങ്ങി. അവസാനം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പോലും വിഷയം പഠിച്ചു. പിണറായി വിജയൻ പറഞ്ഞു, കാന്തപുരത്തിന്റെ കയ്യിലുള്ളത് ബോഡി വേസ്റ്റ് ആണ്, കാരണം അത് പ്രവാചകന്റേതല്ല. കൊടുക്കു 101 മാർക്ക്, 100-ൽ 101 കൊടുക്ക് പിണറായിക്ക്. പിണറായി വിഷയം പഠിച്ചു. എന്താ പിണറായി പറഞ്ഞത്? കാന്തപുരത്തിന്റെ കയ്യിലുള്ളത് ബോഡി വേസ്റ്റ് ആണ്, കാരണം അത് പ്രവാചകന്റേതല്ല. അപ്പോൾ അബ്ദുള്ള പോലും മടവൂർ വിഭാഗം പോലും പിണറായി വിജയന്റെ അടുത്ത് പോയി ദർശനിരിക്കേണ്ട അവസ്ഥയിൽ വന്നില്ലേ? പിണറായി പഠിച്ചു, മുടിക്ക് പ്രത്യേകത ഉണ്ട്, പ്രവാചകന്റെ മുടിക്ക് പ്രത്യേകത ഉണ്ട്, അത് ഹദീസിലുണ്ട് എന്ന് പിണറായി പഠിച്ചു. പക്ഷെ മടവൂർ വിഭാഗം സ്വന്തം ഗ്രന്ഥത്തിലുള്ളത് വായിച്ചു നോക്കിയില്ല. അബ്ദുള്ള വായിച്ചു നോക്കിയില്ല. ഞങ്ങൾ പുരോഗമനവാദികളാണെന്ന് തെളിയിക്കാൻ സർവവും നിഷേധിച്ചു മുന്നോട്ട് പോയി. അവിടെയാണ് സഹോദരങ്ങളെ അന്ധവിശ്വാസത്തിനും ഹദീസ് നിഷേധത്തിനും ഇടക്ക് അതിന്റെ ശരിയായ രൂപം എന്താണെന്ന് മുജാഹിദുകൾ വ്യക്തമായി കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ വരുമ്പോഴും ഈ തരത്തിൽ ഇതുപോലെ തന്നെയുള്ള വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതുപോലെ ഈ വ്യാജമുടി പോലെ തന്നെയാണ് മൗലിദ്, ഈ കള്ളമുടി പോലെ തന്നെയാണ് റാത്തീബ്. ഇതൊക്കെ സത്യവിശ്വാസികളുടെ ഈമാനികമായ താല്പര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, പ്രവാചകനോടുള്ള മഹാന്മാരോടുള്ള സ്നേഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അത് കച്ചവടമാക്കാനുണ്ടാക്കിയതാണ് മൗലിദും റാത്തീബും ജാറങ്ങളും എല്ലാം. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളൂ, മുടി മാത്രമല്ല, മുടിക്കാര് കൊണ്ടുവരുന്ന 25,000-ന്റെ മുടിക്കാര് കൊണ്ടുവരുന്നതും മറ്റവര് കൊണ്ടുവരുന്നതും എല്ലാവരുടെയും ഉദ്ദേശ്യം കച്ചവടമാണ്. അല്ലെങ്കിൽ ഭീമാപ്പള്ളിയിലെ തവാഫിനെ എതിർക്കണ്ടേ? തവാഫ് നടക്കുന്ന സ്ഥലത്ത് പോയി ജാറോത്സവം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇത് ശരിയല്ലെന്ന് പറയണ്ടേ? അവർ തയ്യാറല്ല. അതുകൊണ്ട് മുടി മാത്രമല്ല, അടുത്തുള്ളതെല്ലാം മുടിയേക്കാൾ ഗൗരവമാണല്ലോ. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ. ഈ സത്യം വെട്ടി തുറന്നു പറയാൻ മുജാഹിദുകൾ മാത്രമേയുള്ളൂ. ഇത് തുറന്നു പറയാൻ മടവൂർ വിഭാഗത്തിന് സാധിക്കുമോ? സാധ്യമല്ല. കാരണം അവർ എഴുതിയ പുസ്തകത്തിലെ സത്യം പോലും നിഷേധിക്കുകയാണ്. 10 വർഷങ്ങൾക്കപ്പുറം, നമ്മുടെ ചിന്ത എത്തിപ്പിടിക്കാൻ പറ്റുന്ന 10 വർഷങ്ങൾക്കപ്പുറം മടവൂർ വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും പിരിഞ്ഞുപോയി. അവർ നേരത്തെ പറഞ്ഞതുപോലെ 2 ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നടക്കുകയായിരുന്നുവെന്നും ഒരു ചിന്താധാരയായി ഞങ്ങൾ ഇതാ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ശബാബ് എഴുതി. പുതിയ പ്രഭാതം, പുതിയ പ്രതീക്ഷകൾ, പിളർപ്പിലുള്ള ആഹ്ലാദം, പിളർപ്പിലുള്ള സന്തോഷം. അങ്ങനെ അവർ പുറത്തു വന്നു. NMK നേരത്തെ തന്നെ 1993-ൽ തന്നെ NMK എന്ന പേരിൽ വ്യാജമായി രജിസ്റ്റർ ചെയ്തു. 99-ൽ 2000-ൽ ISM വ്യാജമായി രജിസ്റ്റർ ചെയ്തു. അപ്പോഴെല്ലാം അവർ ഇതിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. മറ്റൊന്ന് രജിസ്റ്റർ ചെയ്തു വെക്കുമ്പോഴും ഉള്ളിൽ നിന്ന് കാപ്പട്യം കളിച്ചവർ 2002-ൽ ഔദ്യോഗികമായി പിരിഞ്ഞുപോയി. ആ പിരിഞ്ഞു പോയപ്പോൾ അവർ കരുതിയത് യുവജന വിഭാഗം ഞങ്ങളോടൊപ്പമാണല്ലോ. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും നട്ടെല്ല് യുവജന വിഭാഗമാണ്. അവർ വിചാരിച്ചതുപോലെയല്ല സംഭവിച്ചത്. യുവജന വിഭാഗത്തിന്റെ കെട്ടുറപ്പ് കണ്ടല്ല ആളുകൾ മുജാഹിദായത്, മറിച്ച് ആദർശം കണ്ടാണ്. ആദർശം കണ്ടവർ കേരളത്തിൽ മുജാഹിദിനോടൊപ്പം ഉറച്ചു നിന്നും, ആദർശത്തോടൊപ്പം ഉറച്ചു നിന്നും. വമ്പിച്ച ഒഴുക്ക് എറണാകുളം സമ്മേളനത്തിനുണ്ടായി. അവർക്ക് മനസ്സിലായി അബദ്ധം പറ്റിയിരിക്കുന്നു, യുവാക്കളെ ഒപ്പം കിട്ടുന്നില്ല, എല്ലാവരും ആദർശത്തോടൊപ്പമാണുള്ളത്. ആ സന്ദർഭത്തിലാണ് ജനങ്ങൾക്ക് കൂടുതൽ ജ്ഞാനമില്ലാത്ത ചില വിഷയങ്ങൾ ഗൾഫിലെ സലഫികളും മറ്റും വിശദമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ പശ്ചാത്തലത്തിൽ കൂടുതൽ പലരും പഠിച്ചിട്ടില്ലാത്ത ചില വിഷയങ്ങൾ, ആ വിഷയങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ 1990-കളിൽ തന്നെ MI മുഹമ്മദ് അലി സുല്ലമിയെ പോലെയുള്ള ആളുകളും ഗൾഫ് സലഫൈസവും മുജാഹിദ് പ്രസ്ഥാനം എന്ന പുസ്തകം, ബിൻ ബാസ് പ്രസിദ്ധീകരണത്തിന്റെ പുസ്തകം, ഇങ്ങനെ പലതും കൊണ്ടുവന്ന് ഗൾഫിലെ സലഫികൾ സിഹറുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ, അവർ ജിന്നുബാധയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ, അതിന് ചികിത്സയുണ്ടെന്ന് പറയുന്നവരാ, അവർ കണ്ണേറിൽ വിശ്വസിക്കുന്നവരാ. നമ്മൾ അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ് ഗൾഫിലെ സലഫികളും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം തമ്മിൽ 2 ധാരയിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒട്ടേറെ കൃതികളും ഒറ്റപ്പെട്ട പ്രഭാഷണങ്ങളും നേരത്തെ തന്നെ അവർ നടത്തി വന്നിരുന്നു. കാരണം നമുക്കതിനെ കുറിച്ച് അജ്ഞതയുണ്ട്. ആ വിഷയം അവർ പഠിപ്പിച്ചു വച്ചിരുന്നു. 2002-ൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് പിരിഞ്ഞു പോയ ഉടനെ അവർ അങ്ങ് പ്രഖ്യാപിച്ചു. 2002 ആഗസ്റ്റ് 23-ാം തീയതി ശബാബ് പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? മൻഹജ് വാദം, പിശാച് സേവയിലേക്ക് കൂപ്പുകുത്തുന്നതിന് നാം മാപ്പു സാക്ഷികളായി. 2012 അല്ല,
2002 ആഗസ്റ്റ് 23. അതെ, അഥവാ ഖുർആനും സുന്നത്തും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ജീവിതത്തിൽ പകർത്തുന്നതിനും സ്വഹാബത്തിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന സലഫികൾ, സലഫി നഗർ, സലഫി മസ്ജിദ്, സലഫി മദ്രസ, ആ സലഫി എന്ന പദം എവിടുന്ന് കിട്ടി? ഖുർആനും ഹദീസും സ്വന്തം ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കാരണം 100 ആൾക്കാരുടെ ബുദ്ധി 100 എണ്ണമായിരിക്കും. ഏതാ ശരി? ഈ ആയത്ത് ആദ്യമായി ഓതിയ, ആദ്യമായി പ്രാവർത്തികമാക്കിയ പ്രവാചകൻ അതിനെ എങ്ങനെ മനസ്സിലാക്കി? സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി? അതാണ് ശരിയായ ആശയം. അതാണ് സലഫുകളുടെ മാർഗം. ആ മാർഗമാണ് പിൻപറ്റേണ്ടത് എന്നും ഹുസൈൻ മടവൂരും AP അബ്ദുൽ ഖാദർ മൗലവിയും 2 വിഭാഗവും ഒന്നിച്ചൊപ്പിട്ട 2001 ജൂൺ 4 ജംഇയ്യത്തിന്റെ തീരുമാനത്തെ ഗണ്ണിച്ചുകൊണ്ട് 180 പേജുള്ള ആദർശ വ്യതിയാന പുസ്തകം ഇറക്കിയ മടവൂർ വിഭാഗം, ആ മടവൂർ വിഭാഗം KNM-നെതിരെ, AP-ക്കെതിരെ, TP-ക്കെതിരെ അവർ പിശാചിനെ ആരാധിക്കുന്നവരാണെന്ന് കൊപ്രക്കളത്തെ മുജാഹിദുകളെ അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? 2002 ആഗസ്റ്റ് 23 TP-യുടെ മുഖത്ത് നോക്കി, AP-യുടെ മുഖത്ത് നോക്കി, മുജാഹിദ് സമൂഹത്തെ നോക്കി അവർ പറഞ്ഞു, അതെ, മൻഹജുവാദം പിശാച് സേവയിലേക്ക് കൂപ്പുകുത്തുന്നതിന് നാം മാപ്പുസാക്ഷികളായി. തീർന്നില്ല. 2004 മണ്ണാർക്കാട് സംവാദം, എന്റെ സഹോദരൻ മജീദ് സ്വലാഹിയുടെ ഭാഷയിൽ ഫത്ഹും മുബീൻ, വ്യക്തമായ വിജയം. അദ്ദേഹം ആ സംവാദത്തിൽ പിന്നിലിരുന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നല്ലോ. വ്യക്തമായ വിജയം, ഫത്ഹും മുബീൻ എന്ന് എന്റെ സഹോദരൻ പ്രഖ്യാപിച്ച ആ സംവാദം, മണ്ണാർക്കാട് സംവാദം, സുലൈമാൻ സഖാഫിയെ കാണാനില്ല, പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ട അവസ്ഥ എത്തിപ്പോയില്ലേ? സമിതിയത്ത് തകർന്നടിഞ്ഞ ആ മണ്ണാർക്കാട് സംവാദം, ആ സംവാദം, അതിന്റെ CD കയ്യിൽ വെച്ച്, അതിന്റെ 2 ഇയർഫോൺ ചെവിയിൽ വെച്ച് ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയും സക്കരിയ സ്വലാഹിയുടെ മറുപടികൾ, അഹ്സനിമാർക്കുള്ള മറുപടികൾ, അത് കേട്ടാസ്വദിച്ച് മുജാഹിദ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാ. അമ്പിച്ച ചിരിയും ആസ്വാദനവും ഉഷാറായിട്ടുണ്ട്. KJU ചേർന്ന് സക്കരിയ സ്വലാഹി അഭിനന്ദിച്ചു. നന്നായിട്ടുണ്ട് സംവാദം. ആ സംവാദത്തിൽ ഇന്ന് വിവാദമായ യാ ഇബാദല്ലാഹ് അഈനുനി എന്ന ദുർബലമായ ഹദീസ്, ഖുർആനോ സ്വഹീഹായ ഹദീസോ തങ്ങളുടെ വാദത്തിന് തെളിവില്ലെന്ന് കണ്ടപ്പോൾ ഈ ദുർബലമായ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ എന്താണോ അഹ്ലുസുന്നത്തി വൽ ജമാഅ കഴിഞ്ഞ 200 കൊല്ലമായി പറയുന്ന മറുപടി, ആ മറുപടി അദ്ദേഹം അവിടെ പറഞ്ഞു. KJU-വിന് വേണ്ടി ഈ ഹദീസ് ദുർബലമാണ് മുസ്ലിയാരെ, പ്രമാണമെടുത്ത് നിങ്ങൾ നോക്കൂ, നമ്മുടെ വ്യവസ്ഥ എടുത്തു നോക്കൂ, അതിൽ പറയുന്നുണ്ട് സ്വഹീഹായ ഹദീസ് ഉദ്ധരിക്കാൻ പറ്റൂ. ദുർബലമാണ് ഈ ഹദീസ്. തീർന്നില്ല. ഇനി അത് സ്വഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള വിഷയത്തിന് ഇത് തെളിവല്ല, തർക്കത്തിലുള്ള ഇസ്തിഹാസക്ക് തെളിവല്ല എന്ന KJU പ്രസിഡന്റായിരുന്ന ഉമർ മൗലവി പറഞ്ഞ മറുപടി, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി, ആ മറുപടി KJU അംഗീകരിച്ചു, ആ മറുപടി KNM അംഗീകരിച്ചു. ആരും ആ മറുപടി ശരിയല്ലെന്ന് പറഞ്ഞില്ല. അങ്ങനെ ആ സംവാദത്തിൽ വിജയിച്ചപ്പോൾ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു, ആ മറുപടി ശരിയല്ല, അതിൽ ശിർക്കുണ്ട്, അതിൽ ആ വിളിയിൽ അഭൗതികതയുണ്ട്. ജിന്നിനെയും മലക്കിനെയും അഭൗതികമാക്കി ശിർക്കിലേക്ക് മുജാഹിദുകളെ കൊണ്ടുപോകാൻ ശ്രമിച്ച അബ്ദുസ്സലാം സുല്ലമി അന്ന് ശിർക്ക് ആരോപിച്ചു. 2004 ഈ സംവാദത്തിന്റെ തുടർച്ചയായി. ഏതുപോലെ AP വിഭാഗം, കാന്തപുരം വിഭാഗത്തിന്റെ ഉള്ളിൽ പോലും മണ്ണാർക്കാട് സംവാദത്തിൽ നമ്മൾ പാളിപ്പോയി എന്ന് വ്യക്തമായി പറഞ്ഞപ്പോഴും അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു, മുജാഹിദുകളാ തോറ്റത്. ഏതുപോലെ മംഗലാപുരം സംവാദം കഴിഞ്ഞപ്പോൾ ആ സംവാദം EK സമസ്തക്കിടക്ക് വമ്പിച്ച വിള്ളലുണ്ടാക്കി, പൊട്ടിത്തെറിയുണ്ടാക്കി. യാ ശൈഖ് മുഹീദ്ദീൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് വിളിക്കുന്നതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞത് ശരിയല്ലെന്ന് ആ സദസ്സ് നോക്കിയാൽ മുസ്ലിയാമാരുടെ മുഖം പറയുന്നത് പോലെ പിന്നീടും പറഞ്ഞു. പക്ഷെ കായക്കൊടി പറഞ്ഞു അവിടെ മുജാഹിദുകൾ തോറ്റുപോയി എന്ന്. അതുപോലെ അന്ന് സുല്ലമി പറഞ്ഞു സക്കരിയ സ്വലാഹി തോറ്റുപോയി എന്ന്. അങ്ങനെ പറയാൻ ആളുണ്ടാകുമല്ലോ എല്ലാ കാലത്തും. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെ വ്യക്തമായി 2004 പറഞ്ഞുവെങ്കിൽ 2007 ഏപ്രിൽ മാസത്തിൽ അബ്ദുസ്സലാം സുല്ലമി
കാന്തപുരം വിഭാഗത്തിന്റെ തീവ്രമാസികയായ സെൻസിങ്ങിന് ഇന്റർവ്യൂ കൊടുക്കുന്നു. ആ ഇന്റർവ്യൂവിൽ പറയുന്നു, സിഹ്ർ ഫലിക്കുമെന്ന AP അബ്ദുൽ ഖാദർ മൗലവിയും കൂട്ടരും വിശ്വസിക്കുന്നത് അത് ശിർക്കാണ്. അതേ, സെൻസിങ്ങിന് ആവേശമായി അവർ കളറിൽ പുറംചട്ടയിൽ അബ്ദുസ്സലാം സുലമിയുടെ ഫോട്ടോ കൊടുത്തു, കാന്തപുരത്തിന്റെ ഫോട്ടോ കൊടുക്കുന്ന അതേ സ്ഥലത്ത്. എന്നിട്ട് പറഞ്ഞു, ഇതാ ബഹുമാനപ്പെട്ടവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താ പ്രഖ്യാപിച്ചത്? മൗലവി വിഭാഗം മുശ്രിക്കുകൾ. അതെ, സ്വന്തം പ്രസ്ഥാനത്തിലുള്ള AP അബ്ദുൽ ഖാദർ മൗലവിയും കൂട്ടരും മുശ്രിക്കുകളാണെന്ന് അബ്ദുസ്സലാം സുലമി അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ ആഘോഷിച്ചു ഇല്ലേ? 2007 ഏപ്രിൽ മാസത്തിലാണതെങ്കിൽ 2012 ഒക്ടോബർ 19 കോടമ്പുഴ സംവാദത്തെ അവലോകനം ചെയ്തുകൊണ്ട് ശബാബ് എഴുതി, AP വിഭാഗം മുജാഹിദുകൾ ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടിയാൽ ശിർക്കാവുകയില്ല എന്ന നൂതനവാദം അവതരിപ്പിച്ചത് ഖുറാഫാത്തിന് വളമായി. അപ്പോൾ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ AP എന്ന എനീഷ്യൽ വെച്ച് KNMന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി മുശ്രിക്കാണെന്ന് മടവൂർ വിഭാഗം വ്യക്തമായി ശബാബിൽ എഴുതി. തീർന്നില്ല. ഈ 2012 ഒക്ടോബർ 19 ശബാബിന്റെ ലേഖന പേജിൽ അവിടെ കളറിൽ ഒരു ഫോട്ടോ കാണാം. CP ഉമർ സുലമി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയാണ്. അതിന്റെ പ്രസ്താവന എന്താണ്? ജിന്നുബാധ, സിഹ്റുബാധ പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കില്ല. ഇങ്ങനെ 2002 മുതൽ 2012 ഇവിടെ പ്രശ്നം തുടങ്ങിയപ്പോഴും ശിർക്കാരോപണം അവിടെ തുടർന്നു. ഈ ശിർക്കാരോപണത്തിന് മുജാഹിദുകൾ വ്യക്തമായ മറുപടി കൊടുത്തു. KK സക്കരിയ സുലാഹി സംസാരിച്ചു, അനസ് മുസ്ലിയാരും ഹനീഫ് കായക്കൊടിയും അതേപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിയും താജുദ്ദീൻ സലാഹിയും ഞങ്ങളെല്ലാവരും മടവൂർ വിഭാഗത്തിന് മറുപടി പറഞ്ഞു. എങ്ങനെയാ മറുപടി പറഞ്ഞത്? ഈ പറഞ്ഞ കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താണ് പറഞ്ഞു പഠിപ്പിച്ചു, മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് മടവൂർ വിഭാഗത്തോട് ചോദിച്ചു, മുജാഹിദുകളിൽ ആരെങ്കിലും ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന ഒരു ക്ലിപ്പിന്റെ കഷണം നിങ്ങൾക്ക് കാണിച്ചു തരാമോ? മുജാഹിദുകളിൽ ആരെങ്കിലും ജിന്നുകളോട് പ്രാർത്ഥിക്കാം, സഹായം തേടാമെന്ന് പറഞ്ഞ ഒരു ലേഖനത്തിന്റെ ഒരു വരി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. ഇന്നുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല, 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 275-ാമത്തെ ആയത്ത്, ആ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബത്തുഹു ശൈത്താനു മിനൽ മസ്, പലിശ തിന്നുന്നവർ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുമെന്നവർ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചത്. 114-ാം അധ്യായം സൂറത്തുൻ നാസിന്റെ വ്യാഖ്യാനത്തിൽ മുഹമ്മദ് അമാനി മൗലവി പോലും എടുത്തുകൊടുത്ത ഹദീസ്, ബുഹാരി മുസ്ലിം ഹദീസ്. അതെ, പിശാച് മനുഷ്യന്റെ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നു. രക്തം ശരീരത്തിനകത്തോ പുറത്തോ? നാം ചോദിച്ചു. തീർന്നില്ല. മടവൂർ വിഭാഗത്തിന് നാം ശബാബ് വായിച്ചു കേൾപ്പിച്ചു കൊടുത്തു. പിലാത്തറ മുജാഹിദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ബിലാൽ ഫിലിപ്സ്, അദ്ദേഹം എങ്ങനെയാ ഡോക്ടറായത്? അദ്ദേഹത്തിന്റെ പഠന വിഷയം, ഡോക്ടറേറ്റിന്റെ വിഷയം ജിന്നുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ, മടവൂരികളിൽ നിന്ന് കടമെടുത്ത ഭാഷയിൽ അദ്ദേഹം ജിന്നൂരിയായിരുന്നു എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തെ കൊണ്ട് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് അല്ലേ? അദ്ദേഹത്തിന്റെ ലേഖനം CM മൗലവി ട്രാൻസ്ലേറ്റ് ചെയ്തു. അന്ധവിശ്വാസം ട്രാൻസ്ലേറ്റ് ചെയ്യുകയോ? കഥയിൽ ചോദ്യമില്ല. എന്നിട്ട് ശബാബ് പ്രസിദ്ധീകരിച്ചു. 2001 ഡിസംബർ 14 ശബാബ് ജനങ്ങളെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? അതെ, മനുഷ്യനെ എല്ലാ ഭാഗത്തുനിന്ന് കാണുകയും അതുപോലെ അവരിൽ പ്രവേശിച്ച് അവന്റെ ചിന്തയെയും മനസ്സിനെയും സ്വാധീനിച്ചും കബളിപ്പിച്ചും തെറ്റായ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരനെയാണ് മേൽവചനങ്ങൾ അനാവരണം ചെയ്യുന്നത്. പിശാച് മനുഷ്യ ശരീരം പ്രവേശിക്കും. 2001 ഡിസംബർ 14 ശബാബ് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് അനസ് മൗലവി വായിച്ചു ഇത്, കായക്കൊടി വായിച്ചു ഇത്, സക്കരിയ സ്വലാഹി മുജാഹിദ് ബാലുശ്ശേരിയും ഞങ്ങളൊക്കെയും വായിച്ചു ഇത്. അന്ധവിശ്വാസമാണോ മടവൂർ വിഭാഗത്തിന്റെ സുഹൃത്തുക്കളെ എന്ന് ചോദിച്ചു. തീർന്നില്ല. വിഭ്രാന്തി, ഉന്മാദം, ഭയം, വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാചതവായി ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കും. വ്യാധികൾ എന്ന് പറഞ്ഞാൽ രോഗമുണ്ടാക്കും പിശാച്. ശബാബ് പറഞ്ഞു, വെറുതെ പറഞ്ഞതല്ല, ട്രാൻസ്ലേഷൻ എടുത്തു കൊടുക്കുകയാണ്. CM മൗലവി
ഇതവരോട് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഇത് അന്ധവിശ്വാസമാണോ? ഇത് ശബാബ് പഠിപ്പിച്ചതല്ലേ? വീണ്ടും എടുത്തു KNMന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവിയുടെ ഫത്വകൾ. 2008 മടവൂർ വിഭാഗത്തിന്റെ പണ്ഡിത സംഘടനയുടെ സെക്രട്ടറിയായ CP ഉമർ സുല്ലമി സൂക്ഷ്മതയോടുകൂടിയുള്ള ഫത്വകൾ എന്ന് ആമുഖം എഴുതിയ 2008 പിരിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞ് യുവത പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിന്റെ 18ാമത്തെ പേജിൽ എന്താ പറഞ്ഞത്? എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അല്ലാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് മാരണമോ പിശാചുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്നവരെ ചികിത്സിക്കുന്നത് കൊണ്ട് ദോഷമില്ല. പിശാചുബാധയുണ്ട് KM മൗലവി, സിഹിർബാധയുണ്ട് KM മൗലവി, അതിന് ചികിത്സയുണ്ട് KM മൗലവി. എന്തുകൊണ്ടാ ചികിത്സിക്കേണ്ടത്? ജാറത്തിലേക്ക് പോകല്ല വേണ്ടത്, പണിക്കരെടുത്തും തങ്ങളെടുത്തും പോവല്ല വേണ്ടത്, പകരം സിഹിർ ചെയ്യിപ്പിക്കല്ല വേണ്ടത്. അതൊക്കെ കുഫറാകുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഖുർആനിലെ ആയത്തുകൾ, അല്ലാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട്. ആരാ പറഞ്ഞത്? KM മൗലവി. നാം ചോദിച്ചു മടവൂർ വിഭാഗത്തോട് 2007, 2005, 2008 KM മൗലവി മുശ്രിക്കാണോ? യുവത അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? CP ഉമർ സുല്ലമി അന്ധവിശ്വാസത്തിന് ആമുഖം എഴുതുന്ന ആളാണോ? നാം ചോദിച്ചു. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ 113 അധ്യായം സൂറത്ത് ഫലക്കിന്റെ വ്യാഖ്യാനത്തിൽ സിഹിറിനെ നിഷേധിക്കുന്നത് മുത്തസില വിഭാഗക്കാരാണെന്ന് പറഞ്ഞിട്ടില്ലേ? അവർക്കൊന്നും പറയാൻ സാധിച്ചില്ല. പത്തി മടക്കി മടവൂർ വിഭാഗം രംഗം വിടേണ്ടി വന്നു. അവർ രംഗം വിടേണ്ടി വന്നു. ഈ തരത്തിലെത്തിയ ആ വിഷയം 2011 ആയപ്പോൾ, 2011 സംഘടനാ തെരഞ്ഞെടുപ്പ് KNMൽ വന്നപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലും 2 ചിന്താധാര ഉണ്ടായിരുന്നു. ഒന്ന്, മാതൃസംഘടനയോടൊപ്പം നിൽക്കണല്ലോ, KNMന്റെ ഒപ്പം നിൽക്കണല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാർ നിന്നിരുന്നു. വേറെ കുറച്ച് ആൾക്കാർ മാതൃസംഘടന ആയതുകൊണ്ട് മാത്രല്ല, ഹക്ക് ഇവിടെയാണുള്ളത്, അതുകൊണ്ട് ഇതിനോടൊപ്പം നിൽക്കണം. ഈ 2 തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കിടയിൽ വിഷയങ്ങൾ ചർച്ചക്ക് വന്നു. സിഹിർ വലിക്കുകയോ? സംസ്ഥാന സെക്രട്ടറിയായ EK ഇബ്രാഹിം കുട്ടി മൗലവിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. സംസ്ഥാന സെക്രട്ടറി കാണും, പക്ഷേ സിഹിർ വലിക്കേ. അദ്ദേഹം പറഞ്ഞത് ഖുർആൻ ആയത്തിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അദ്ദേഹം തുറന്നങ്ങ് പറഞ്ഞു, ഇരുവേറ്റി തുറന്നു പറഞ്ഞു. ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി തുറന്നു പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി ആയിരുന്നല്ലോ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞിയും. അബ്ദു ആവേശം കൊണ്ടു, KV അബ്ദുൽ ലത്തീഫ് മൗലവി ആവേശം കൊണ്ട് സിഹിർ വലിക്കൂല, ജിന്നുബാദൊന്നുമില്ല. പച്ചയായ ഖുർആൻ നിഷേധവും ഹദീസ് നിഷേധവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ഭാരവാഹികൾ പോലും പറയുന്ന അവസ്ഥയെത്തി. ഇവരെ തിരുത്തി കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ അറിയാവുന്ന അബ്ദുറഹിമാൻ സലഫി അദ്ദേഹം പറഞ്ഞു, ഉഷാറായി പറഞ്ഞോളൂ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, പിന്നിൽ നോമുണ്ട്, ഞാനുണ്ട് പിന്നിൽ, ധൈര്യമായി പറഞ്ഞോളൂ. അദ്ദേഹത്തിന് അറിയില്ലേ ജിന്നുബാധയുണ്ടെന്ന്? അദ്ദേഹത്തിന് അറിയില്ലേ സിഹിർബാധയുണ്ടെന്ന്? അത് നിഷേധിക്കുന്നവരാണ് ഇവരെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഈ നിഷേധികൾ കേണി വെച്ചു കൊടുത്തു, അവർക്ക് സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. കേവല സംഘടനാ താല്പര്യം, കേവല സംഘടനാ നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കാരണം അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 21/6/2011 പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിൽ PN അബ്ദുൽ ലത്തീഫ് മൗലവിയും കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എന്ന KNMന്റെ സെക്രട്ടറിയും നേതൃത്വം നൽകിക്കൊണ്ട് ഒരു ചർച്ച നടന്നു. ജിന്നുബാധ റുഖിയ ശറയ്യ എന്ന വിഷയത്തിലായിരുന്നു ചർച്ച. ആ ചർച്ചയിൽ 10 പണ്ഡിതന്മാർ ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ചവർ ആരൊക്കെയാണ്? C കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, PN അബ്ദുൽ ലത്തീഫ് മദനി, M അബ്ദുറഹിമാൻ സലഫി, ഡോക്ടർ KK സക്കരിയ സലാഹി, അബൂബക്കർ സലഫി, ഹനീഫ് കായക്കൊടി, ഷമീർ മദീനി, ഷംസുദ്ദീൻ പാലത്ത്, ഹംസ മദീനി, അഹമ്മദ് അനസ് മൗലവി. ഇവരെല്ലാവരും ഒപ്പുവെച്ചു. ഈ 10 പണ്ഡിതന്മാർ ഒപ്പുവെച്ച തീരുമാനങ്ങൾ എന്താ? ജിന്നുബാധയുണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. അബ്ദുറഹ്മാൻ സലഫി ഒപ്പ്, സക്കരിയ സലാഹി ഒപ്പ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവാം. അബ്ദുറഹ്മാൻ സലഫി ഒപ്പ്, സക്കരിയ സലാഹി ഒപ്പ്. ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സയോടൊപ്പം റുഖിയ ശറയ്യ ചെയ്യാവുന്നതാണ്. എല്ലാ തീരുമാനത്തിനും എല്ലാവരും ഒപ്പുവെച്ചു. അന്ധവിശ്വാസമാണെങ്കിൽ ഒപ്പുവെക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹത്തിന് വിഷയം അറിയാം. പക്ഷേ സംഘടനക്കുള്ളിൽ മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെയാണ് സംഘടനയിൽ പ്രശ്നമുണ്ടാക്കുന്ന, സംഘടനാ ചരിത്രത്തിലെ കറുത്ത പുള്ളിയായിക്കൊണ്ട് 5/6/2011
5/6/2011 CD ടവറിൽ ഒരു ഗ്രൂപ്പ് യോഗം ചേരുന്നു. ആ ഗ്രൂപ്പ് യോഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് അബ്ദുറഹിമാൻ സലഫിയും നൂർ മുഹമ്മദ് നൂർഷയും പാലത്ത് അബ്ദുറഹിമാൻ മദനിയെ പോലെയുള്ള ആളുകളാണ്. ആ യോഗത്തിൽ എറണാകുളത്ത് നിന്ന് ആളുകളുണ്ട്, വയനാട്ടിൽ നിന്നുണ്ട്, മലപ്പുറം വെസ്റ്റ് നിന്ന്, ഈസ്റ്റ് നിന്ന്, കോഴിക്കോട് നിന്നുണ്ട്, കണ്ണൂരിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മാത്രം ഒരു യോഗത്തിൽ എത്തിച്ചേരുന്നു. ആ യോഗം 5/6/2011 അവിടെ ചേരുന്ന സന്ദർഭത്തിൽ ISMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് CD ടവറിൽ നടക്കുന്നുണ്ട്. അവർ ഈ യോഗം കണ്ടു. ഈ യോഗം കണ്ടപ്പോൾ AP അബ്ദുൽ ഖാദർ മൗലവി ചേംബറിൽ ഇരിക്കുന്നുണ്ട്. അവർ പോയി AP-യോട് ചോദിച്ചു, അല്ല സർ, ഇവിടെ എന്തോ ഒരു യോഗം നടക്കുന്നത്, സാധാരണ ഇല്ലാത്തൊരു യോഗമാണല്ലോ ഇത്. AP അബ്ദുൽ ഖാദർ മൗലവി എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ റൂമിൽ നോക്കിയാൽ കാണുന്ന അപ്പുറത്താണ് മെയിൻ ഹാളിൽ ആ യോഗം നടക്കുന്നത്. AP പറയുന്നു, എനിക്കറിയില്ല. തീർന്നില്ല. ISMന്റെ ട്രഷററായ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാനോട് AP പറഞ്ഞു, നിങ്ങൾ TP ഒന്ന് വിളിച്ചേക്കൂ. ഹബീബ് റഹ്മാൻ താഴെ ഇറങ്ങി TP അബ്ദുള്ള കോയ മദനിയെ വിളിച്ചു. സർ, ഞാൻ AP പറഞ്ഞിട്ടാ വിളിക്കുന്നത്, ഇവിടെ ഇങ്ങനെ ഒരു യോഗം നടക്കുന്നുണ്ട്. TP പറഞ്ഞു, എനിക്കറിയില്ല. ഗൗരവം കൂടിയില്ലേ? ഗൗരവം കൂടിയില്ലേ? തീർന്നില്ല. 5/6/2011 ഈ മീറ്റിംഗ് നടക്കുന്നതെങ്കിൽ 8/6/2011 ISMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒന്നടങ്കം അതിന്റെ വൈസ് പ്രസിഡന്റായ ഇപ്പോൾ ശിർക്കാരോപകരോടൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി എഴുതുകയും ചെയ്യുന്ന ഡോക്ടർ സുൽഫീഖർ അലി അടക്കം ISMന്റെ സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സ് TP അബ്ദുള്ള കോയ മദനിയാകുന്ന KNMന്റെ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പോയി. TP അബ്ദുള്ള കോയ മദനിയുടെ വീട്ടിലേക്ക് ആരും പോവില്ല. TP അബ്ദുള്ള കോയ മദനി എന്ന KNMന്റെ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പോയി. സർ, ആ യോഗത്തെ പറ്റി പറയാനാ ഞങ്ങൾ വന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ പോക്ക് ശരിയില്ല. അബ്ദുറഹിമാൻ സലഫിയുടെ ഈ പോക്ക് ശരിയില്ല. സംഘടനാ ആസ്ഥാനത്ത് ഗ്രൂപ്പ് യോഗം വിളിക്കുന്ന ഈ പോക്ക് ശരിയില്ല എന്ന് TP അബ്ദുള്ള കോയ മദനി ISM സെക്രട്ടേറിയറ്റ് മെമ്പർമാരോട് വ്യക്തമായി പറഞ്ഞു. ആ യോഗത്തിൽ വെച്ച് ആ യോഗത്തിന്റെ ഫുൾ CD പുറത്തായി. കാരണം ആ യോഗത്തിലും മുജാഹിദുകൾ ഉണ്ടായിരുന്നു. ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നവർ ഉണ്ടായിരുന്നു. അവരത് പുറത്തുവിട്ടു. അവിടെ എന്താ ചെയ്തത്? മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘം KKP അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്ന് പിന്നീട്, അഥവാ 28/10/2011 നിലമ്പൂരിൽ വെച്ച് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ച KKP അബ്ദുള്ളയും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും ആ KKP അബ്ദുള്ള പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് മടവൂർ വിഭാഗത്തിന്റെ ആശയം കടമെടുത്തുകൊണ്ട് എഴുതിയ മഞ്ഞ പുസ്തകം, ആ മഞ്ഞ പുസ്തകത്തെ 9/9/2011 ശബാബ് പ്രശംസിച്ചു. നന്നായിട്ടുണ്ട്, പുസ്തകം ഉഷാറായിട്ടുണ്ട്. ആരുടെ പുസ്തകം? KNMന്റെ ഉള്ളിൽ നിന്ന് ഒരുത്തൻ എഴുതിയ പുസ്തകം ഉഷാറായിട്ടുണ്ട്. തങ്ങൾ വിട്ട ചാരന്റെ പുസ്തകമാണത്. അങ്ങനെ ചാരൻ എന്ന് പറയുന്ന ആ KKP അബ്ദുള്ളയെ ശാഖയിൽ നിന്നും മണ്ഡലത്തിൽ നിന്നും തളിപ്പറമ്പുകാർ പുറത്താക്കിയിട്ടുണ്ട്. 28/1/11 തളിപ്പറമ്പ് ശാഖ ISM-ഉം 2011 ISM മേഖലാ കമ്മിറ്റിയും മടവൂർ വിഭാഗത്തിന്റെ CD ശാഖയിൽ വിതരണം ചെയ്ത് പിടിക്കപ്പെട്ടതുകൊണ്ട് ഐകകണ്ഠേന പുറത്താക്കുകയും മേൽ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആ KKP അബ്ദുള്ള അബ്ദുറഹിമാൻ സലഫിയുടെ ഗ്രൂപ്പ് യോഗത്തിലുണ്ട്. അവന്റെ സഹായികളാണെന്ന് KJU പറഞ്ഞവരും ഗ്രൂപ്പ് യോഗത്തിലുണ്ട്. KKPയുടെ ശക്തമായി എതിർക്കുന്ന അനസ് മൗലവിയും ഗ്രൂപ്പ് യോഗത്തിലുണ്ട്. അതേപോലെ തന്നെ കായ്ക്കൊടിയും ഗ്രൂപ്പ് യോഗത്തിലുണ്ട്. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നൊക്കെ കേൾക്കാറില്ലേ? ഇത് രണ്ടും കൂടി യോജിപ്പിക്കുന്ന പണിയായിരുന്നു അബ്ദുറഹിമാൻ സലഫിക്ക്. ആദ്യ ഭാഗത്ത് KKP അബ്ദുള്ള CD പുറത്തായി. നിഷേധിക്കാൻ ഇനി ആർക്കും സാധ്യമല്ല. നിഷേധിച്ചാൽ CD അങ്ങ് ഫുള്ള് പുറത്തു വരും. ആദ്യ ഭാഗത്ത് KKP അബ്ദുള്ള അനസ് മൗലവിക്കും അതേപോലെ തന്നെ കായ്ക്കൊടിക്കുമെതിരെ ശക്തമായി സംസാരിക്കുന്നു. യാ ഇബാദല്ലാഹ് ഐനുനി എന്ന ഹദീസുമായി ബന്ധപ്പെട്ടും ഇസ്ലാഹിലെ ലേഖനവുമായി ബന്ധപ്പെട്ടും അതിൽ ശിർക്കുണ്ടെന്ന് വാദിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അനസും അനീഫും പ്രതികരിക്കുന്നു, ശക്തമായി പ്രതികരിക്കുന്നു, ബഹളമുണ്ടാകുന്നു. ഈ സന്ദർഭത്തിൽ സലഫി എഴുന്നേൽക്കുന്നു. എന്താ കാര്യം? തന്റെ മുന്നേറ്റുള്ള പോക്കിൽ ഈ KKPയെ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഈ രണ്ടെണ്ണത്തിന് ഒപ്പം കിട്ടണം. അതിനെന്ത് ചെയ്തു? KKP അബ്ദുള്ളക്കെതിരെ അബ്ദുറഹിമാൻ സലഫി സംസാരിക്കുന്നു. എന്താ പറയുന്നത്? ഞാനും വായിച്ചിട്ടുണ്ട് ഇസ്ലാഹ്, അത് ശിർക്കാണെന്ന് പറയാൻ വലിയ പ്രയാസാണ്, അത് ശിർക്കിലേക്ക് എത്തുന്ന വിളിയാണ്. അതാ സഹോദര വസീലത്ത് ശിർക്ക്.
ഷിർക്കിലേക്ക് എത്തുന്ന വിളിയാണ്. കാല അബ്ദുറഹ്മാൻ സലഫി 5/6/2011 CD ടവറിൽ വെച്ച് അത് ഷിർക്കിലേക്ക് എത്തുന്ന വിളിയാണ്. ഷിർക്ക എന്ന് പറയാൻ പ്രയാസാണ്. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, ലാബ് ടെക്നീഷ്യന്റെ പണിയെടുക്കണ്ട, അത് അങ്ങനെ അങ്ങ് തെളിയിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം KKPക്ക് മറുപടി പറഞ്ഞ് അനസിനെ കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഒന്നും ആയാൽ ശരിയാവില്ല, സക്കരിയ ശരിയാക്കണം, നമ്മൾ ഒന്നിച്ചു നീങ്ങണം. രണ്ടും കൂടി ഒന്നായി പരസ്പരം കൈയെടുത്ത് കുട്ടികൾ അങ്ങനെ പറഞ്ഞു പോയതാണ് KV. അത് സാരല്ല എന്ന് വേറെ കുറച്ച് ആൾക്കാർ അങ്ങനെ അവിടെ വെച്ചൊരു യോജിപ്പുണ്ടായി. ആ ചരിത്ര പ്രധാനമായ കറുത്ത പുള്ളിയുടെ ദിവസമാണ് 5/6/2011. ഇതിന് സമാനമായ ഒരു ദിവസം മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട്. 29/10/1993 KP മുഹമ്മദ് മൗലവിക്കെതിരെ പടനയിച്ചുകൊണ്ട് അസ്ഗർ അലി എന്ന് പറയുന്ന അന്നത്തെ അബ്ദുറഹ്മാൻ സലഫി മേപ്പയ്യൂർ സലഫി കോളേജിൽ വെച്ച് KNM-നെതിരെ ഗ്രൂപ്പ് യോഗം ചേർന്ന ഡേറ്റ് ആയിരുന്നു 1993. അതിന് സമാനമായ മീറ്റിംഗ് നടക്കുന്നത് CD ടവറിലാണ്. ആ ഗ്രൂപ്പ് യോഗത്തോടുകൂടി ഇനി നമ്മൾ അവിടുന്ന് തീരുമാനിക്കുകയാണ്, KJUവിന്റെ പേരിൽ എല്ലാ ജില്ലയിലും പരിപാടി നടത്തണം. KKP തീരുമാനിക്കുന്നത്, KV അബ്ദുൽ ലത്തീഫ് മദനിയാ തീരുമാനിക്കുന്നത്. ഈ KJUവിന്റെ പേരിൽ ആദർശ വിശദീകരണം നടത്തണം എന്ന് തീരുമാനിക്കുന്ന യോഗത്തിൽ മുഹമ്മദ് മദനിയില്ല. മുഹമ്മദ് മദനിയും ഗ്രൂപ്പ് യോഗത്തിന്റെ തീരുമാനം നടപ്പാക്കുക എന്നല്ലാതെ മറ്റൊന്നും അദ്ദേഹം ചെയ്യേണ്ടതില്ല. ആ തരത്തിലായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, 1/9/2012 1/9/2011 ഈ പ്രദേശത്ത് ആദർശ വിശദീകരണം നടന്നു. എന്തേ കാര്യം? 2/9/2012 കോഴിക്കോട്ട് KNM-ന്റെ സ്റ്റേറ്റ് കൗൺസിലാ. അവിടെ സംഘടന പിടിക്കണം. അതിനുവേണ്ടിയായിരുന്നു ഇവിടെ നടന്ന രാത്രി 2 മണി വരെ നീണ്ടുനിന്ന വിശദീകരണം. ഓർമ്മയില്ലേ? കൗൺസിലിന്റെ തലേ ദിവസം, അതിന്റെ തലേ ദിവസം എടവണ്ണ, അതിന്റെ തലേ ദിവസം കോഴിക്കോട് ജില്ലയിലെ മണ്ണിൽക്കടവ് 29, 30, അതുപോലെ തന്നെ 1-ാം തീയതി. ഈ 3 എണ്ണം കഴിഞ്ഞപ്പോ സംസ്ഥാന കൗൺസിൽ ഷിർക്കിലേക്ക് പോയി. ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. കാരണവന്മാരൊക്കെ ബേജാറായി. AP കളവ് പറയില്ലല്ലോ, TP കളവ് പറയില്ല ഉണ്ടാകും, അതുകൊണ്ട് വരെ ഒന്നിനും കൊണ്ടുവരണ്ട, നമുക്ക് പിടിച്ചെടുക്കണം KNM-നെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 1/9/2012 ഈ പ്രദേശത്ത് നടന്ന വിശദീകരണത്തിന്റെ CD പുറത്തിറക്കാമോ? ജനങ്ങളോട് പറയാൻ പറ്റിയതാണെങ്കിൽ പുറത്തിറക്കാമല്ലോ. കേവലം വോട്ട് കിട്ടാൻ വേണ്ടി മടവൂർ വിഭാഗം ഉന്നയിച്ച സകല കളവുകളും സ്വന്തം അണികൾക്കെതിരെ പറഞ്ഞ 1/9/2012 ഈ പ്രദേശത്ത് വെച്ച് നടന്ന ആ വിശദീകരണത്തിന്റെ CD എന്ത് പുറത്തിറക്കാത്തത്? പുറത്തിറക്കിയാൽ അത് തിരിച്ചെടുക്കുമെന്നറിയാം. അപ്പോൾ ഇലക്ഷന് വേണ്ടി, കേവല സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു അന്നത് ചെയ്തിരുന്നത്. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ഈ ജിന്ന് സിഹർ വിഷയങ്ങൾ, മടവൂർ വിഭാഗം ഉന്നയിച്ച ആരോപണങ്ങൾ അങ്ങനെ തന്നെ കടമെടുത്തുകൊണ്ട് TP അബ്ദുള്ള കോയ മദനി കോഴിക്കോട് വെച്ച് പറയുകയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ചർച്ച വന്നു. നിങ്ങൾ ഗൗരവം മനസ്സിലാക്കണമെന്ന്. കാരണവന്മാര് ബേജാറായി. TP അല്ല ഈ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ചർച്ച വന്നു. ക്ലിപ്പുകൾ നിങ്ങൾ പലപ്പോഴും കേട്ടതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ സഹോദരന്മാരെ, ആ വിഷയത്തിൽ മുജാഹിദ് ബാലുശ്ശേരി TPയുടെ റൂമിൽ പോയി ISM-ഉം MSM-ഉം TPയെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്തു. TP പറഞ്ഞു, ധിക്കാരികൾ എന്നെ ചോദ്യം ചെയ്യുന്നുവോ? ആഹാ, എന്താ മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചത്? എന്താ ISM MSM ചോദിച്ചത്? അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന ചർച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഏതാണ് ആ മീറ്റിംഗ്? എവിടെ വെച്ചാ മീറ്റിംഗ് നടന്നത്? ആ മീറ്റിംഗിൽ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ആരാ വാദിച്ചത്? അവരെ ഞങ്ങൾ ശരിയാക്കും, അവരെ ആദർശപരമായി ഞങ്ങൾ കൈകാര്യം ചെയ്യും. TPക്ക് പറയാൻ കഴിഞ്ഞോ? ഇല്ല. TPന്റെ മനസ്സിലുണ്ട്, ചങ്ങായിമാരെ നിങ്ങൾ ഉണ്ടായിട്ടില്ല, ഞാൻ ഇലക്ഷന് വേണ്ടി പറഞ്ഞതാ, അത് പറയാൻ പറ്റുമോ? TP ധിക്കാരം, എന്റെ മേലെ കൈ ചൂണ്ടി, കൈയല്ല ചൂണ്ടുക അറിയോ? അതല്ലാതെ PK അഷ്റഫോ താജുദ്ദീൻ സ്വലാഹിയോ കഴിഞ്ഞ 10 വർഷക്കാലം MSM-നും ISM-നും നേതൃത്വം കൊടുത്ത ആളുകൾ സർ എന്നല്ലാതെ TPയെ വിളിച്ചിട്ടില്ല. TP അബ്ദുള്ള കോയ മദനി അദ്ദേഹം ഹാർട്ട് ഓപ്പറേഷൻ വിധേയമാകുമ്പോ ഹറമിലേക്ക് വിളിച്ചു പറഞ്ഞു, ഹറമിൽ പോയി പ്രാർത്ഥിക്കൂ നമ്മുടെ TPക്ക് വേണ്ടി
എന്ന് പറഞ്ഞവരാണ് ISMകാർ, എന്ന് പറഞ്ഞവരാണ് യഥാർത്ഥ MSMകാർ. പക്ഷേ ആ TP അബ്ദുൽ കോയ മദനി കേവലം ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, ഇലക്ഷന് വേണ്ടി ഇത് പറഞ്ഞപ്പോൾ എന്നാണ് ആ മീറ്റിംഗ് എന്ന് ചോദിക്കാൻ പാടില്ലെന്നോ? ഇത് ത്വരീഖത്ത് പ്രസ്ഥാനമല്ല. ഇത് ഒരിക്കലും നേതാവിനെ കണ്ണും ചുമ്മി അംഗീകരിക്കുന്ന പ്രസ്ഥാനമല്ല. അതല്ലാത്തൊരു ധിക്കാരവും ചെയ്തു എന്ന് അദ്ദേഹത്തിനും പറയാൻ സാധിക്കുന്നില്ലല്ലോ. CD ടവറിൽ വെച്ച് മുജാഹിദ് ഐക്യവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നപ്പോ ആ ചർച്ചയിൽ ഐക്യത്തെ എതിർത്തുകൊണ്ട് അബ്ദുറഹിമാൻ സലഫിയും ഐക്യത്തെ അനുകൂലിച്ചുകൊണ്ട് നേതൃത്വം നിന്നപ്പോൾ അബ്ദുറഹിമാൻ സലഫിയുടെ ചീത്ത കേട്ട് AP-യും TP എന്താ പറഞ്ഞത്? കഴിഞ്ഞ 10 കൊല്ലം കുട്ടികളെടുത്ത് ഞങ്ങൾ കേട്ടിട്ടില്ല. മനസ്സിലായോ? കഴിഞ്ഞ 10 കൊല്ലം കുട്ടികളെടുത്തുനിന്ന് ഞങ്ങൾ ഇത് കേട്ടിട്ടില്ല. അമ്മാതിരി വർത്താനം അബ്ദുറഹ്മാൻ സലഫി ഞങ്ങളെ പറഞ്ഞു കളഞ്ഞത്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ താല്പര്യം നിങ്ങളെതിരെ നിന്നാലും അത് തന്നെ കേൾക്കും. നിഷേധിക്കാമോ? നിഷേധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് TP അബ്ദുൽ കോയ മദനി ഇതേപോലുള്ള പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു കൺവെൻഷൻ വന്നാൽ ഉടൻ അബ്ദുറഹ്മാൻ സലഫി ഹനീഫും വരും. അത് ഉള്ളിലുള്ള ഒരു യുദ്ധമാണ്. അത് എല്ലാവർക്കും ഇത് മനസ്സിലാവില്ല. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ വളരെ വ്യക്തമായി കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ തകർക്കുന്ന നിലപാടുകളുമായി അവർ മുന്നോട്ട് പോയി. 5/10/2011 സംയുക്ത കൗൺസിൽ, നമുക്കെല്ലാവർക്കും അറിയാം, എടവണ്ണയിൽ നടന്ന സംയുക്ത കൗൺസിൽ. ആ സംയുക്ത കൗൺസിൽ റെക്കോർഡ് ചെയ്യുകയും ആ സംയുക്ത കൗൺസിലിന്റെ CD പുറത്തുവിടുകയും ചെയ്തു. 5/10/2011 ഒരു സംസ്ഥാന കൗൺസിൽ ചേർന്ന് ആ കൗൺസിൽ റെക്കോർഡ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. എന്താ അതിൽ TP പറഞ്ഞത്? മടവൂർ വിഭാഗം പറഞ്ഞ അതേ ആരോപണം. എന്താ പാലത്ത് പറഞ്ഞത്? മടവൂർ വിഭാഗം പറഞ്ഞ അതേ ആരോപണം. ആ CD പുറത്തേക്ക് വിട്ടു. നിങ്ങൾ ശ്രദ്ധിക്കുക, 5/10/2011 എടവണ്ണയിൽ ചേർന്ന സംയുക്ത കൗൺസിൽ കഴിഞ്ഞ് ഈ CD പുറത്തിറങ്ങിയപ്പോൾ AP-ക്ക് ഫോൺ പോയി, TP-ക്ക് പോയി, മദനിക്ക് പോയി. അല്ല, ശ്രദ്ധ എങ്ങനെയാ പുറത്തിറങ്ങിയത്? ആ കൗൺസിലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കത്ത് കൊണ്ടുവരണം. ഇതൊരു ഭയങ്കര സെക്യൂരിറ്റി. ഒപ്പിട്ട് കത്തുണ്ടോ? കത്തവിടെ കേട്. ഇതൊക്കെ എന്തിനാ? സംഘടനയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നം ചർച്ച ചെയ്യുന്നുണ്ടല്ലേ, അത് റെക്കോർഡ് ചെയ്ത് നാട്ടുകാർക്ക് കൊടുക്കുക. അപ്പൊ എന്തിനാ ഈ കത്തൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞത്? മുതലക്കുളം മൈതാനിൽ നടത്തിയ പോരായിരുന്നോ ഈ കൗൺസിൽ? മനസ്സിലായില്ലേ? അപ്പോൾ TP-യോട് ചീഫ് എനിക്കറിയില്ല. AP പറഞ്ഞ് വളരെ മോശമായി പോയി. അതുപോലെ മദനി പറഞ്ഞു, ആരാ അബ്ദു അങ്ങനെ ആയിരിക്കും ചെയ്തത്, വളരെ മോശമായി പോയി എന്ന് പറഞ്ഞ ഈ ഫോൺ റെക്കോർഡ് ചെയ്യാന്നുള്ളത് നേതൃത്വം പഠിപ്പിച്ചത്. മുജാഹിദ് ബാലുശ്ശേരിയെ CD ടവറിൽ വെച്ച് വിചാരണ ചെയ്തപ്പോ ആ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോ മുജാഹിദ് ബാലുശ്ശേരി താൻ ഇരിക്കുന്ന ആ ക്യാബിന്റെ ഉള്ളിൽ നിന്നൊരു മൊബൈൽ, ഒരു സാംസങ് മൊബൈൽ റെക്കോർഡ് ചെയ്യാണ്. ഏത് നേതൃത്വം വിളിച്ചതാ. അതേ നേതൃത്വത്തിന്റെ കീഴിലിറങ്ങുന്ന വിജിലൻസ് പറയാണ്, ഫോണ് പറയാണ്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല, ഞങ്ങൾക്കൊഴികെന്നും കൂടി എഴുതേണ്ടി വരും. ഞങ്ങൾക്കൊഴികെ എഴുതേണ്ടി വരില്ലേ? മുജാഹിദ് ബാലുശ്ശേരിയുടെ ആ വിചാരണ മുഴുവൻ റെക്കോർഡ് ചെയ്യാണ്, അവിടെ ഓൺ ചെയ്ത് വെക്കുകയാണ്. അത് മാതൃകയാക്കി ഏതോ പ്രവർത്തകർ AP-യുടെ ഫോൺ റെക്കോർഡ് ചെയ്തു. CD ഇറങ്ങിയത് വളരെ മോശമായി പോയി. പാലത്തിന്റെ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തു. MM-അതിന്റെ ഫോൺ റെക്കോർഡ് ചെയ്തു. വളരെ മോശമായി പോയി. പിന്നെ അവരെന്നെ പറഞ്ഞു, എന്താ കുഴപ്പം? ഞമ്മക്ക് ഉള്ളിലും പുറത്തൊന്നല്ല പറയാനുള്ളത്. കാരണം അബ്ദുറഹ്മാൻ സലഫി കണ്ണുരുട്ടി, ന്യായീകരിക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. ഓക്കെ എന്താ കുഴപ്പം? TP എന്താ കുഴപ്പം? സലഫി, MM-അതിന് എല്ലാം ഒരു കുഴപ്പമില്ല, CD റെക്കോർഡിന് ഒരു കുഴപ്പമില്ല. 5/10/2011 ഈ സംയുക്ത കൗൺസിലിൽ വെച്ച് മടവൂർ വിഭാഗത്തിന്റെ ആശയം അങ്ങനെ തന്നെ ഛർദിച്ച ആ CD വിതരണമാണ്. 2 കേന്ദ്രങ്ങളിൽ ഒരേ പ്രവർത്തനം, 1 മാസം. CD ടവറിൽ ഈ സംയുക്ത കൗൺസിലിന്റെ CD റെക്കോർഡ് ചെയ്തത് ഉള്ളിലൂടെ തങ്ങളുടെ അണികളിലേക്ക് പ്രൊഫസർ അബ്ദുവിന്റെ നേതൃത്വത്തിൽ അബ്ദുറഹിമാൻ സലഫിയുടെ ഒത്താശയോടുകൂടി താഴോട്ട് പോകുന്നു ഈ CD-കൾ മഞ്ഞ പുസ്തകത്തോടൊപ്പം. എന്നാൽ മർക്കസ് ദവയിലോ അവിടുത്തെ ബുക്ക് സ്റ്റാളിൽ KNM സംയുക്ത കൗൺസിലിന്റെ CD ഇങ്ങനെ 25 വീതം കെട്ടാക്കി വെച്ചിട്ടുണ്ട്, ഓരോ മണ്ഡലത്തിലും കൊടുക്കാൻ. 2 സ്ഥലത്തും ഒരേ പണി. CD ടവറിലും മർക്കസ് ദവയിലും 1 മാസക്കാലത്തെ ദേവാ പ്രവർത്തനം 1 ശിർക്കാരോപണത്തിന്റെ CD വിതരണം ചെയ്യാ. 2 സ്ഥലത്തും ഒരേ പ്രവർത്തനം നടന്നില്ലേ? മഞ്ഞ ബുക്കിന്റെ വിതരണം നടന്നില്ലേ? അങ്ങനെ ഒരു അനൗദ്യോഗികമായ ഐക്യം അവിടെ നിലവിൽ വരികയായിരുന്നു. ആ CD റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷണമല്ല. 5/6/2011 സകല കുഴപ്പങ്ങൾക്കും തുടക്കം കുറിച്ച ആ കറുത്ത പുള്ളിയായ
ആ ഗ്രൂപ്പ് യോഗത്തെ കുറിച്ച് പ്രതികരിച്ചത് ആരാണെന്നറിയാമോ? AP അബ്ദുൽ ഖാദർ മൗലവിയും അബ്ദുറഹിമാൻ സലഫിയും തെരഞ്ഞെടുക്കപ്പെട്ട മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി. മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കി, ഈ ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണം. തീർന്നില്ല. മുജാഹിദ് കേരളത്തിലെ കാരണവർ AP അബ്ദുൽ ഖാദർ മൗലവിയേക്കാൾ പ്രായവും പക്വതയും അദ്ദേഹത്തെക്കാൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു സത്യസന്ധതയുമുള്ള കരുവള്ളി മുഹമ്മദ് മൗലവി, അദ്ദേഹം തന്റെ പേനയെടുത്ത് എഴുതി 5/6/2011 CD ടവറിൽ വെച്ച് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്തവരെ എന്റെ ജില്ലയിൽ അഥവാ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ KJU വിശദീകരണത്തിൽ പങ്കെടുപ്പിക്കരുത്. അപ്പോൾ ആരാ പ്രതികരിച്ചത്? ആരാത് ഗ്രൂപ്പ് യോഗ എന്ന് പറഞ്ഞത്? എന്നാൽ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പരാതി പരിഗണിച്ചോ? കൗൺസിൽ CD റെക്കോർഡ് ചെയ്തതിനെ കുറിച്ച് അന്വേഷിച്ചോ? അത് വിതരണം ചെയ്തതിനെ കുറിച്ച് അന്വേഷിച്ചോ? ഇല്ല. കാരണം മുജാഹിദ് സെന്ററിൽ 2 ഫയലുണ്ട്. ഒരു ഫയല് ഒരിക്കലും നടപടിയെടുക്കാൻ പാടില്ലാത്ത ഫയൽ, വേറൊരു ഫയല് അവിടേക്ക് വിളിച്ചു പറഞ്ഞ് എന്നിട്ട് അവിടുന്ന് പരാതി എഴുതിപ്പിച്ച് ഇവിടെ വരുമ്പോഴേക്ക് നടപടിയെടുക്കുന്ന ഫയൽ. 2 ഫയലുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി കണ്ണൂരിൽ വെച്ച് പ്രസംഗിച്ചു. പ്രസംഗത്തിനിടക്ക് മന്ത്രി അലിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയപ്പോൾ ഒരു അബദ്ധം പറ്റിപ്പോയി. അതിനെക്കുറിച്ച് മന്ത്രി അലി പറഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ല, നിങ്ങളത് വിവാദമാക്കാതിരുന്നാൽ മതി, എനിക്ക് പ്രശ്നമല്ലല്ലോ. പക്ഷേ ചില ആൾക്കാർക്ക് പ്രശ്നമായി. അവര് ചില ആളുകളോട് നിങ്ങൾ പരാതി എഴുതി എന്ന് പറഞ്ഞ് നിഷേധിക്ക്, എഴുതി എന്ന് പറഞ്ഞ് എഴുതി അയപ്പിച്ചു. കാരണം മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ നടപടി എടുക്കണം. എന്താ കാര്യം? കാര്യം പലതുണ്ട്. ബുസ്താനുൽ ഉലൂം അറബി കോളേജിന്റെ 45ാം വാർഷിക സമ്മേളനത്തിന്റെ സമാപനത്തിൽ മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചു കളഞ്ഞു, ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ആരെങ്കിലും പറഞ്ഞതായി മനസ്സിലാക്കിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ആയിരങ്ങൾ കൂടിച്ചേർന്ന ബുസ്താനുൽ ഉലൂം അറബി കോളേജിന്റെ വാർഷിക സമ്മേളനത്തിന്റെ സമാപനത്തിൽ വെച്ച് മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചു, ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പഠിച്ച ഏതെങ്കിലും ഒരു മുജാഹിദ് ഉണ്ടോ? അങ്ങനെ ചോദിച്ചത് സംഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ട് ഔട്ടാക്കണമെങ്കിൽ കാരണം വേണം. അതുകൊണ്ട് പരാതി എഴുതിപ്പിക്കുക. അങ്ങനെ 2 തരത്തിലുള്ള ഫയലുണ്ട്. ഒന്ന്, അബ്ദുറഹ്മാൻ സലഫി ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു, നടപടിയെടുക്കണം. തൊടാൻ പാടില്ല, ഫയൽ തൊടാൻ പാടില്ല, തൊട്ടോ പുറത്തേക്ക് പോകും. അബ്ദുറഹ്മാൻ സലഫിക്കെതിരെയുള്ള വല്ല പരാതിയും ആരെങ്കിലും അന്വേഷിക്കാൻ പോയാൽ പുറത്തേക്ക് പോകും. അതുകൊണ്ട് അതാരും തൊടാൻ പോവില്ല. TPക്ക് പുറത്താൻ ആഗ്രഹം ഉണ്ടാവില്ല, അതുകൊണ്ട് അദ്ദേഹം തൊടാൻ പോയില്ല. അങ്ങനെ ഒരു പ്രത്യേകത മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. 2 തരത്തിലുള്ള ഫയലുകൾ. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു. KKP അബ്ദുള്ള എന്ന് പറയുന്ന മടവൂരിച്ചാരൻ, എന്റെ ഭാഷയല്ല, 28/10/2011 വ്യക്തമായി KJU പ്രഖ്യാപിച്ചതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ചാരനാണ് ഇവൻ. അന്ന് നീല പുസ്തകമായിരുന്നുവെങ്കിൽ ഇന്ന് മഞ്ഞ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ആ KKP അബ്ദുള്ളയുടെ ആ ഫോൺ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തകനായ ഒരുത്തൻ ഇവൻ ചാരപ്പണി എടുക്കുകയാണെന്ന് കണ്ടപ്പോൾ മുഴുവൻ ഫോൺ സംഭാഷണവും സൂക്ഷിച്ചു വെച്ചു. ആ ഫോൺ സംഭാഷണം പുറത്തുവിട്ടപ്പോൾ അബ്ദുറഹ്മാൻ സലഫി കുടുങ്ങി. ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത്, തന്റെ ചാരപ്രവർത്തനങ്ങൾക്കെല്ലാം ഒത്താശ ചെയ്യുന്നത് ഈ കട്ട് ചെയ്ത മടവൂർ വിഭാഗത്തിന്റെ സീഡികൾ മദനിയെ കാണിക്കാൻ പോകുമ്പോ ദാ KKP പുറത്തുണ്ട് മദനി എന്ന് വിളിച്ചു പറഞ്ഞത് അബ്ദുറഹ്മാൻ സലഫിയാണ് എന്ന വിവരം പുറത്തു വന്നപ്പോൾ സലഫി കുടുങ്ങി. 2012 ജനുവരി 1-ാം തീയതി കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്ത് ഒരു പ്രഭാഷണത്തിന് വന്ന ആ ദിവസം KKP അബ്ദുള്ള കുംഭസാരം നടത്തുന്നു. എന്താ കുംഭസാരം? ഞാൻ അബ്ദുറഹ്മാൻ സലഫിയെ കുറിച്ച് പറഞ്ഞതൊക്കെ പനി പിടിച്ച് രോഗം കൂടിയപ്പോ പറഞ്ഞു പോയതാകുന്നു, അതാരും വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ സക്കരിയ സുലൈനെ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ്, സലഫിനെ പറ്റി പറഞ്ഞൊക്കെ പനി പിടിച്ചിട്ടുമാണ്. എത്ര കാലം ഒരു മനുഷ്യന് പനി പിടിക്കുക? 6-7 മാസം. ഈ കുംഭസാരം നടക്കുമ്പോൾ അവിടെ അബ്ദുറഹ്മാൻ സലഫിയുണ്ട്. കണ്ണൂരിലെ മുജാഹിദുകൾ വെല്ലുവിളിച്ചു, അബ്ദുറഹ്മാൻ സലഫി പറ്റി ഞാൻ പറഞ്ഞതൊക്കെ പനി പിടിച്ച് അങ്ങ് പറഞ്ഞു പോയതാകുന്നു എന്ന് പറഞ്ഞ ആ കുംഭസാരം നടന്ന വീട് ഞങ്ങൾ കാണിച്ചു തരാം, ആ വീട്ടു നമ്പർ കാണിച്ചു തരാം, ആ കുംഭസാരത്തിന്റെ പദങ്ങൾ എഴുതി കൊടുത്തത് ആരെ കാണിച്ചു തരാം, കുംഭസരിച്ച റൂമും കാണിച്ചു തരാം. മറുപടി ഉണ്ടോ? ഇല്ല. ചോദിച്ച ആൾക്കാരെ പുറത്താക്കുക. ഇനി സലീമിനെ വെക്കാൻ പറ്റൂല, കത്ത്,
സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത്രമാൻ സലഫി പിന്നെ ഈ കുംഭസാരം നടത്തി ഒരു ഡേറ്റ് അടക്കം പറഞ്ഞു ഔട്ട്, പുറത്തു പോവാ. നോമിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരെവിടെ പിടിക്കവിടെ? ഇത് രാജഭരണ, ഇത് രാജഭരണ സഹോദരങ്ങളെ. ചോദ്യത്തിന് ഉത്തരണ്ടോ? ചോദ്യത്തിന് ഉത്തരല്ല. അതാണ് വിഷയം. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കുന്ന നിലപാടുകളിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോയി. അങ്ങനെയാണ് ഇലക്ഷനിൽ ഇല്ലാത്ത ആരോപണം കൊണ്ടുവന്ന്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, മുമ്പ് ഒരാൾ ഒരു എഴുത്തെഴുതി ഓർക്കുകയാണ്. 3 വാഹനം, പോലീസ് പെട്രോളിംഗ് ഉണ്ട്, പോലീസ് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ഒരു കള്ളക്കടത്ത് വാഹനം കടത്തിക്കൊണ്ടുപോകണം. അപ്പോൾ എന്ത് ചെയ്തു? 3 വാഹനം. ആദ്യത്തെ 2 വാഹനം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, രേഖ ഒക്കെ ക്ലിയർ, പുക പരിശോധന ഒക്കെ ഓക്കെ. അങ്ങനെ ഓക്കെ ആയ 2 വാഹനം ആദ്യം വിട്ടു. ഈ വാഹനക്കാരെന്ത് ചെയ്തു? പോലീസിന് തെറ്റിയപ്പോൾ ഒരു തപ്പിക്കളി, ബെൽറ്റ് ഇട്ടില്ല എന്ന് വരുത്തി ഇങ്ങനെ തൊട്ട് നോക്കുക. പോലീസിന്റെ എടുക്കണം ലൈസൻസ്. ഞങ്ങളിങ്ങനെ ഒരു ബൈക്ക് പോകുമ്പോൾ നിങ്ങൾ ലൈസൻസ് എടുക്കാൻ പറയാം. ലൈസൻസ് ഉണ്ട്, അവസാനം ലൈസൻസ് ഉണ്ട്. അത് പിന്നെ നോക്കും, ആ പുകൻ്റെ എടുത്തു, പിന്നെ ഇൻഷുർ ഉണ്ട്. മറ്റേ കൂട്ടർ ഇങ്ങനെ തെറ്റിച്ചു പോയി. അവിടെ ഓർക്കെന്തോ തരാറുണ്ട്. 2 വാഹനത്തിന്റെയും മുഴുവൻ രേഖയും റെഡിയാണ്. ഇതെന്തിനാ തപ്പിക്കളിച്ചെന്നറിയോ? 3ാമത്തെ വാഹനം ടീം കഴിഞ്ഞു, 3ാമത്തെ കള്ളക്കടത്താണ്. അതുപോലെ ജിന്നോട് വിളിച്ചു തൊടുന്നു, സീർ വലിക്കൂലേ? നിർത്തവിടെ, ജിന്നു വലിക്കൂലേ? സീർ വലിക്കൂലേ? ജിന്നു അതുണ്ടോ അല്ലേ? അങ്ങനെ ഭയങ്കര തർക്കായി. നമ്മളൊക്കെ ഇത്രയും കാലം മുജാഹിദ് എന്തിനാ? ആ കൂടുതൽ ഇലക്ഷനെ കഴിഞ്ഞു പോവുകയും ചെയ്തു. മനസ്സിലായോ? അല്ലാതെ വേറൊന്നും അല്ല. ഈ ജിന്നു സീർ എന്ന് പറഞ്ഞാൽ ഇതാ സാധനം. കള്ളക്കടത്ത് കഴിച്ചില്ലാൻ വേണ്ടി അവസാനം ഭയങ്കര ചർച്ച. അവസാനം എന്താ തെളിയിച്ചത്? സീറുണ്ട്. എം മദനി ഷാഗൽക്ക് പുസ്തകം അയച്ചു. ആ പുസ്തകത്ത് പറഞ്ഞു ആ സിഹർ യാഥാർത്ഥ്യമാണ്. അബ്ദുറഹ്മാൻ സലഫി ഒപ്പിട്ട് അയച്ചു. ആ ജിന്നുവാദുണ്ട്, യാഥാർത്ഥ്യ രോഗം ഉണ്ടാവും, റുക്കിയ ഷെറിയുണ്ട്. പിന്നെ എന്തെങ്കിലും തർക്കിച്ച് അതോ? അത് പിന്നെ ഇലക്ഷൻ വന്നപ്പോ അല്ലേ? ഇതല്ലേ സംഭവം? ഇതാ സംഭവം, അല്ലാതെ ഒന്നുമല്ല. അവസാനം ഉള്ളി തോളിച്ചു, ഒന്നുമില്ല. ഉള്ളി തോല് പൊളിച്ചതുപോലെ ഒന്നും കാണാനില്ലപ്പോ. ഇതാണ് വിഷയം. ജോർജ് ബുഷിന് ഇറാഖ് പിടിക്കണം, എത്ര ആലോചിച്ചിട്ട് പിടുത്തൂല്ല. അവസാനം ജൂതം മന്ത്രിച്ചെടുത്തപ്പോ മന്ത്രം ഏറ്റുപിടിച്ചു. ഒരൊറ്റ പ്രഖ്യാപനം, ഇറാഖിൽ അണുബോംബുണ്ട്. സൗദി ഞെട്ടി, ബഹ്റൈൻ വിറച്ചു അല്ലേ? ഖത്തർ ആകെ വിഷമിച്ചു പോയി. കുവൈത്താണ് പറയും വേണ്ട. എല്ലാരും പറഞ്ഞു ബഹുമാനപ്പെട്ട അമേരിക്ക അവറുകളെ വരുവിൻ, ഇവിടെ തമ്പടിക്കുവിൻ, പട്ടാളക്കാരെ നിർത്തുവിൻ. കാരണം എന്താ? ആ ചെങ്ങായിന്റെ കയ്യിൽ അണുബോംബ് ഉണ്ട് എന്നാ പറയുന്നത്. ആരെ? സദ്ദാമിന്റെ കയ്യിൽ. മുമ്പ് കുവൈത്തിനെ ആക്രമിച്ച ഒരു പരിചയം ഉണ്ടല്ലോ. ആകെ പേടിച്ചു. പക്ഷേ അമേരിക്ക പറഞ്ഞു സൗദി അറേബ്യയിൽ പട്ടാളക്കാർ 6 മാസത്തിലപ്പുറം നിൽക്കാൻ പാടില്ല. എന്താ കാര്യം? കുറെ കാലം നോക്കും ഒരാൾ മുസ്ലിം ആയിപ്പോയി, ഖുർആൻ പഠിച്ചിട്ടേ. കാരണം അവർക്ക് നമ്മളെ മാതിരി ഒന്നും അല്ല, അവരിങ്ങനെ എല്ലാം വായിക്കും പഠിക്കും. ആൾക്കാരൊക്കെ മുസ്ലിം ആയിപ്പോയി. അതുകൊണ്ട് സൗദി അറേബ്യയിൽ 6 മാസത്തിലധികം നിൽക്കാൻ പാടില്ല ജോർജ് ബുഷ്. ഓക്കെ, അങ്ങനെ നിന്നു. അവസാനം പോയി ബോംബ്. എവിടെ? ബാഗ്ദാദിൽ. ആളുകൾ മരിച്ചു, ബിൽഡിങ്ങുകൾ തകർന്നു, ഇറാഖ് തകർന്ന് തരിപ്പണായി. അവസാനം സദ്ദാമിനെയും പിടിച്ചു, സദ്ദാമിനെയും കൊന്നു. അല്ല, അണുബോംബ് എവിടെ? അണുബോംബ് എവിടെ? ഒരു പെരിച്ചായിനെ പോലും കിട്ടില്ല. ഇന്ന് ഒബാമയും ജോർജ് ബുഷും തമ്മിൽ വർത്താനം പറയുമ്പോൾ ഒരു പക്ഷേ ജോർജ് ബുഷ് അറിയും, ഞാനേ അന്ന് ഇറാഖ് പിടിക്കാൻ ഇങ്ങനെ ആലോചിച്ചു, ഒരു വയ്യില്ല, ഒരാറ്റ പൊട്ടിക്കല്. ഈ അണുബോംബ് എവിടെ? അണുബോംബ് ഒരു അമ്മ ചായ പിടിക്കുമ്പോ ഇപ്പൊ പറയുന്നുണ്ടാവും അണുബോംബില്ല, വെറുതെ പറഞ്ഞ. അതുപോലെ സംഘടനാ ഇലക്ഷൻ വരുന്നു, ഇത് നമുക്ക് കിട്ടും തോന്നില്ല. കുട്ടികളൊക്കെ വിഷയം പഠിച്ചുപോയി. ഇബ്രാഹിം കുട്ടി മൗലവി ഒന്ന് തൃശ്ശൂരിൽ നിന്ന് കയറും തോന്നില്ല. എന്താ ചെയ്യ? ശാഖയില് 3 പ്രാവശ്യ, ഒരു രക്ഷയില്ല. ഒറ്റ പണിയുള്ളൂ, ജിന്നോട് തേടുന്ന. കൊടുങ്ങല്ലൂർ ഭാഗത്ത് മുഴുവൻ ISM ജിന്നോട് തേടുകയാണ്. കൊപ്രക്കലത്ത് പറയും വേണ്ട, കൈപ്പാങ്കലത്ത് കംപ്ലീറ്റ് ജിന്ന. ഓരോ ഇങ്ങോട്ട് കേട്ടണ്ട, ജിന്നോട് തേടുന്നവർ വിടാൻ പറ്റൂല അല്ലേ? ഒറ്റ പ്രഖ്യാപനം. അങ്ങനെ കാര്യം സാധിച്ചു. ഇപ്പോഴോ അബ്ദുറഹ്മാൻ സലഫി ചാടിക്കും ഹനീഫിനോട്, ആര് ജിന്നോട്? ഞാനങ്ങ് പറഞ്ഞല്ലേ, നിങ്ങളങ്ങ് പറഞ്ഞ് ഇവിടെ ജ്യേഷ്ഠനും അനിയനും തെറ്റി. ഇവിടെ പള്ളികൾ പൂട്ടുകയാണ്, ഇവിടെ കുടുംബങ്ങളിൽ പ്രശ്നമാണ്, മഹല്ല് പ്രശ്നമാണ്. കേവലമായ സംഘടനാ താല്പര്യത്തിന് വേണ്ടി കള്ളക്കഥ പറഞ്ഞപ്പോ ഇപ്പൊ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ആരെങ്കിലും ജിന്നോട് തേടുന്നുണ്ടോ? എല്ലാവർക്കും അറിയില്ല. നിങ്ങൾ വല്ലാതെ പറയല്ല, അന്നൊക്കെ അങ്ങ് പറഞ്ഞു പോയതല്ലേ. എന്തായി പറഞ്ഞത്? ശിർക്കാരോപണം. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബിയുടെ നേതൃത്വത്തിൽ യുദ്ധസംഘം വരുന്നു. ആ യുദ്ധസംഘത്തെ എതിർക്കാൻ അപ്പുറത്ത് ശത്രു സംഘം വരുന്നു. അവരിൽപ്പെട്ട ഒരാൾ സുബഹിന്റെ സമയത്ത് ഉസാമയുടെ മുമ്പ് പെട്ടുപോയി. പെട്ടെന്ന് കലിമ ചൊല്ലി അദ്ദേഹം സഹാബി ഒറ്റ വിട്ടെടുത്തു. ആള് മരിച്ചുപോയി.
നബിന്റെ അടുത്ത് വിഷയത്തി ഈ അയാളുടെ ഹൃദയം ചൂഴ്ന്നു നോക്കിയോ? അയാൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥമാണോ അല്ലേന്ന് മനസ്സിലാക്കാൻ നീ ഹൃദയം ചൂഴ്ന്നു നോക്കിയോ? ചോദ്യം അല്ലേ? അപ്പോൾ യുദ്ധം ചെയ്യാൻ, സ്വഹാബിയോട് യുദ്ധം ചെയ്യാൻ വന്ന ശത്രു ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ പോലും കൊല്ലാൻ പാടില്ല അല്ലേ? സക്കരിയ സ്വലാഹി മിണ്ടാൻ പാടില്ല, അനങ്ങാൻ പാടില്ല, പരിപാടി പ്രസംഗിക്കാൻ പാടില്ല, വായ മൊത്തിക്കിട്ടു. എന്നിട്ട് ഒന്നായിട്ട് വിശദീകരണം. സക്കരിയ സ്വലാഹി ശിർക്കിലേക്ക് പോയി കൈപ്പമംഗലത്ത്, സക്കരിയ സ്വലാഹി ശിർക്കിലേക്ക് പോയി എടവണ്ണയിൽ, മറുപടി തരാൻ ആളില്ലല്ലോ. പക്ഷെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. സക്കരിയ സ്വലാഹി എഴുതാൻ പാടില്ല എന്ന് പറയാൻ മറന്നുപോയി. മൂപ്പര് പെണ്ണും കളസ് വീട്ടിൽ നിന്ന് എഴുതി, ശിർക്കാരോപകരോട് സ്നേഹപൂർവം ഭൗതികമോ അഭൗതികമായ യാതൊരു കാര്യവും ഹാജറുള്ളതോ അല്ലാത്തതോ ആയ ഒരു ജിന്നിനോട് ഒരു മലക്കിനോടും ചോദിക്കാൻ പാടില്ല. വഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നത് ഏതുപോലെ ശിർക്കാണോ അതേപോലെ ജിന്നെ കാക്കണേ, മലക്കെ കാക്കണേ എന്ന് വിളിക്കുന്നതും ശിർക്ക് തന്നെ. യാ ഇബാദല്ലാ എന്നല്ല, യാ അല്ലാന്നാ വിളിക്കേണ്ടത്. ഈ നോട്ടീസ് വിതരണം ചെയ്തവർക്കെതിരെ നടപടി. ഞങ്ങൾ മിണ്ടാൻ പാടില്ല, എഴുതാൻ പാടില്ല എന്ന് പറയാൻ മറന്നുപോയതല്ലേ? ഓൻ എഴുതി ഞങ്ങളെ കൊടുക്കല. ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി പോലെ, മനുഷ്യൻ എങ്ങനെ ഇലക്ഷൻ കഴിച്ചിലാക്കാൻ നോക്കുമ്പോൾ വെറുതെ വിതരണം ചെയ്യുക. അടുത്ത സർക്കുലർ, സക്കരിയ സ്വലാഹിയുടെ പരിപാടിക്ക് പോകുന്നവരുടെ പേര് വീരം സീഡിട്ടവരിൽ അറിയിക്കേണ്ടതാകുന്നു. അയ്യയ്യയ്യേ, എന്ത് കേൾക്കുന്നത്? പരിപാടിക്ക് പോകാൻ പാടില്ല. മുമ്പ് സമസ്ത തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് മുജാഹിദ് പ്രഭാഷണം, അവിടെ ആദ്യമായിട്ട് ഇസ്ലാഹി പ്രഭാഷകൻ മുലിയാർ എഴുന്നേറ്റുക്കും. എന്താ പറയാ, സഹോദരന്മാരെ, നമ്മുടെ നാട്ടില് പുത്തൻവാദികളായ ആളുകള് പരിപാടികളുമായി വന്നിരിക്കുകയാണ്, ആരും ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല. അപ്പൊ യുവാക്കൾ ഇന്നാവുന്ന പോകണല്ലോ. സാധാരണ ഈ പരിപാടിയൊക്കെ വിജയിപ്പിക്കൽ മുരിയാമാരാ. ഓരോ സമയം പറയും, ഡേറ്റ് പറയും, ഒക്കെ പറയും. നമ്മളെ മറ്റേ കവലയിലാണല്ലോ പ്രസംഗിക്കുന്നത്, 7 മണിക്കാണ്, എല്ലാവരും മനസ്സിലാക്കണം, ആരും പോകരുത്. അപ്പൊ കുറച്ച് ആൾക്കാർ പോയി കേൾക്കും. ഇതിങ്ങനെ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ പരിപാടിക്ക് നോട്ടീസ് അടിക്കുമ്പോൾ ഇതും എല്ലാം കേൾക്കുക, നല്ലത് പിൻപറ്റുക, മുകളിൽ എന്നിട്ട് ഇസ്ലാഹി പ്രഭാഷണം ഇന്ന സ്ഥലത്ത്. ഇതുപോലെ ഇതാരേർപ്പാടാ? സത്യത്തെ ഭയപ്പെടുന്ന മുജാഹിദുകൾ വന്നാൽ കാര്യം മനസ്സിലായി പോകും. അതുകൊണ്ട് കാര്യം മനസ്സിലാകുന്ന സ്ഥലത്തേക്ക് പോകല്ലേ കൂട്ടരെ. ഞങ്ങളെ വയറ്റിൽ പ്രശ്നമാണ്, മൗലൂദും റാത്തീബും ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നൊന്നും പറയില്ല, മനസ്സിലാതാ. ഇതുപോലെ സക്കരിയ സ്വലാഹിന്റെ പരിപാടിക്ക് പോയ സംഗതി മനസ്സിലായി പോകും. കാരണം ആ ചങ്ങായി തുറന്നു പറയും, ജിന്നെ കാക്കണേ ശിർക്ക്, മലക്കെ കാക്കണേ ശിർക്ക്. പിന്നെന്താ ഇയാൾ പറ്റി പറഞ്ഞു? ഇത് ശരിയില്ലല്ലോ. CD ടവറിൽ ശിർക്കാരോപണ മീറ്റിംഗ് നടക്കുമ്പോ ഉള്ളിലേക്ക് കയറാതെ മലപ്പുറം വെസ്റ്റിലെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഇപ്പൊ അപ്പുറത്തന്നെ ഉള്ളത്, മൂപ്പര് കസാല എങ്ങോട്ട് തിരിച്ചിരുന്നു, ഉള്ളിക്ക് കയറാതെ. ചോദിച്ചു, എന്താ ഉള്ളിൽ കയറാത്തെന്ന് വെച്ചു. അദ്ദേഹത്തിന്റെ ഒരു മാതൃഭൂമി പത്രമുണ്ട്. മാതൃഭൂമി പത്രത്തിൽ സക്കരിയ സ്വലാഹിക്കെതിരെ ജിന്നിനോട് സഹായം തേടാന്ന് വാദിക്കുന്ന ആളാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് വാർത്ത കൊടുത്തു. ഈ സന്ദർഭത്തിൽ അദ്ദേഹം മാതൃഭൂമിയെ സമീപിച്ചു, ഞാനാണ് ആള്, എന്റെ വാദം ഇന്നതാണ്, സൃഷ്ടാവല്ലാത്ത ആരാകട്ടെ, ജിന്നാകട്ടെ മലക്കാകട്ടെ, വിളിച്ചു പ്രാർത്ഥിക്കാനും സഹായം തേടാനും പാടില്ല. അത് ബഹുദൈവാരാധന ബ്രാക്കറ്റിൽ ശിർക്കാകുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് വാദമുള്ളവരാണെന്ന് കഴിഞ്ഞ 10 കൊല്ലമായി മടവൂർ വിഭാഗം പറഞ്ഞപ്പോൾ, ക്ലിപ്പുകൾ കട്ട് ചെയ്ത് അവതരിപ്പിച്ചപ്പോൾ, അതിന്റെ പൂർണ്ണ രൂപം ചോദിച്ചപ്പോ അവർ അപഹാസ്യരാവുകയാണ് ഉണ്ടായത്. ഈ വാർത്ത വായിച്ചിട്ട് ഇദ്ദേഹം പറയാം, ഈ മാതൃഭൂമി പത്രവുമായി നാളെ സക്കരിയ പരലോകത്ത് വന്ന ഞാൻ എന്താ പറയാ? മൂപ്പർക്ക് പരലോകം ഓർമ്മ വന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ വ്യക്തമായി പറയാം, എനിക്ക് അങ്ങനെ വാദമല്ല, എനിക്കങ്ങനെ വാദമുണ്ട്. എന്ത് ചെയ്യും? ഞാൻ പറയാണ്, എന്റെ പേര് CP സലീം, നിന്റെ പേര് പോക്കർ എന്നാകുന്നു. എന്റെ പേര് CP സലീം, ഇതാ ഐഡന്റിറ്റി കാർഡ്, ഇതാ നിന്റെ പേര് പോക്കർ എന്നാണ്, സമ്മതിച്ചില്ല, പുറത്തായിക്കളി. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയുന്നു, എന്റെ വാദം ജിന്നെ കാക്കണേ ശിർക്ക്, മലക്കെ കാക്കണേ ശിർക്ക്. ഭൗതികമോ അഭൗതികമായ ഒരു കാര്യവും ജിന്നിനോടോ മലക്കിനോടോ ചോദിക്കാൻ പാടില്ല. പ്രാർത്ഥനയാണോ ശിർക്ക്? വ്യക്തമായി നമ്മൾ പറയുന്നു. അങ്ങനല്ല വാദം എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത രീതികളിലേക്ക് വന്നു. AP എപ്പോഴും പറയും, നമ്മൾ അകത്താക്കുന്ന പ്രസ്ഥാനമാണ്, പുറത്താക്കുന്ന പ്രസ്ഥാനമല്ല. ഇപ്പൊ APക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ബഹുമാനായ APക്ക് എന്താ പറയാനുള്ളത്? കേരള നടപടിയെടുക്കൽ മൂവ്മെന്റ് എന്ന് KNMന്റെ ഫുൾ ഫോം പോലും വാങ്ങി മാറിപ്പോയില്ലേ? പുറത്തെന്ത് തിരക്കാന്നറിയപ്പോ? പുറത്തു ഭയങ്കര തിരക്കാ, ഉള്ളിൽ ആളില്ല.
പുറത്ത് തിരക്കായിട്ട് ഫൈസൽ മുസ്ലിയാർക്ക് നിൽക്കാൻ സ്ഥലമല്ല. ഹുസൈൻ സാഹിബ് ഇങ്ങനെ മാറിക്ക് മനുഷ്യന് നിൽക്കട്ടേതാണ്. അമ്മാതിരി തിരക്കാ പുറത്ത്, കംപ്ലീറ്റ് പുറത്ത്. ISM മൊത്തം പുറത്ത്, MSM മൊത്തം പുറത്ത്, MG. ആ പെണ്ണുങ്ങൾ എന്ത് തെറ്റാ എനിക്കറിയാം, ഇപ്പോഴും മനസ്സിലായില്ല. MGMനെയും പുറത്താക്കി, കംപ്ലീറ്റ് പുറത്ത്. ആരാണ് MGMന്റെ കൂട്ടത്തിൽ ജിന്നെ കാക്കൽ? അത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് പുറത്ത്, ഒക്കെ പുറത്ത് പോട്ടെ, അങ്ങൾ മാത്രം ഇതിന്റെ ഉള്ളിൽ നിൽക്കട്ടെ. ഇതല്ലേ അവസ്ഥ? ഇതല്ലേ അവസ്ഥ സഹോദരങ്ങളെ? അപ്പൊ അതുകൊണ്ട് ഇത് ജിന്നും സീറും നല്ല പ്രശ്നം. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക് ഈ പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ ഇവിടെ വളമായി തീരുന്നത് ഹദീസ് നിഷേധ പ്രവണതകൾക്കാകുന്നു. ഹദീസ് നിഷേധം അത് പ്രൊമോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഈ വിഷയങ്ങളെല്ലാം എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ ആരോപണങ്ങൾ ഓരോ സമയത്ത് പറഞ്ഞു. ആദ്യം പറഞ്ഞു, സക്കരിയ സ്വലാഹിന്റെ അടുത്ത് ഒരാൾ ജിന്ന് ചികിത്സക്ക് വന്ന് മൂപ്പരത് ഇങ്ങോട്ട് ചികിത്സിക്കാന്ന് ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ ഭവം എന്ന് പറഞ്ഞു. സക്കരിയ സ്വലാഹി പറയുന്നത് കണ്ടോ, ഇതാ ജിന്ന് ചികിത്സയിലേക്ക് പോകുന്നു, കേന്ദ്രം തുടങ്ങാൻ പോകുന്നു. സക്കരിയ സ്വലാഹി ചികിത്സിച്ച ആളാണ്. അപ്പൊ ഇതൊന്നും വെക്കിയാശറിയെന്ന് അറിയാത്ത കൊപ്പറക്കൽത്താർ പടച്ചോനെ, ഞമ്മക്ക് ഇതുവരെ പരിചയമില്ലാത്ത പരിപാടിയില്ല. ഇതൊക്കെ ജിന്ന് ചികിത്സ ഉണ്ട്. ഇത് അന്ധവിശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, സഹോദരങ്ങളെ, അറിവില്ലെങ്കിൽ പഠിക്കണം. കേമലിന്റെ ഫത്വയിലുണ്ട്, സലഫി ഒപ്പിട്ടിട്ടുണ്ട്. മാത്രല്ല ഈ പറഞ്ഞ അനസ് മൗലവി അദ്ദേഹവും ചികിത്സക്ക് അയച്ചിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് കാണാം. സക്കരിയ മൗലവിയുടെ അടുത്ത് വന്ന രോഗിയെ അദ്ദേഹം